നമസ്കാരം. ഒടുവിൽ എമ്പുരാൻ സിനിമ എഡിറ്റ് ചെയ്ത് ഇറക്കാൻ തീരുമാനിച്ചിട്ടും ആ സിനിമയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തുടരുകയാണ്. മോഹൻലാൽ മാപ്പ് പറഞ്ഞതും തിരുത്താൻ തയ്യാറായതുമാണ് ഇപ്പോൾ പലർക്കും പ്രശ്നമായി മാറിയിരിക്കുന്നത്. മോഹൻലാൽ സംഘപരിവാർ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി ഭയന്നുപോയി എന്ന് പറഞ്ഞ് ചിലരെങ്കിലും രംഗത്ത് വന്നു കഴിഞ്ഞു. തരം കിട്ടുമ്പോഴൊക്കെ മോഹൻലാലിനെ പണി കൊടുക്കാൻ കാത്തിരിക്കുന്നവർ കുറച്ചു ദിവസത്തേക്ക് മോഹൻലാലിനെ ഹീറോയാക്കിയെങ്കിലും ഇപ്പോൾ വീണ്ടും അവർ മോഹൻലാലിനെ സംഘ ക്യാമ്പിലേക്ക് തള്ളിയിട്ട് ചവിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതേസമയം എക്കാലത്തെയും പോലെ പൃഥ്വിരാജ് തങ്ങളുടെ സ്വന്തമാണ് എന്ന തരത്തിൽ അവർ അഭിമാനം കൊള്ളുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് പൃഥ്വിരാജ് ഇപ്പോഴും മൗനം പാലിക്കുന്നത് എന്ന ചോദ്യം എല്ലാവരും ഉയർത്തി തുടങ്ങി. മോഹൻലാലിന്റെ ഖേദപ്രകടനം പൃഥ്വിരാജ് സംവിധായകൻ എന്ന നിലയിൽ പങ്കുവെച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എന്നാൽ സിനിമയുടെ സംവിധായകനും ഇപ്പോഴത്തെ ആരോപണങ്ങളിൽ വില്ലൻ വേഷത്തിൽ നിൽക്കുന്നയാളുമായ പൃഥ്വിരാജ് കേവലം ഒരു പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് മൗനം പാലിക്കുന്നത് ഉചിതമാണോ? എന്തുകൊണ്ടാണ് പൃഥ്വിരാജ് ഒരു വിശദീകരണവും നൽകാത്തത്? പൃഥ്വിരാജിന് പറയാനുള്ളത് തന്നെയാണോ പൃഥ്വിരാജിൻ്റെ അമ്മ പറഞ്ഞത്? പൃഥ്വിരാജിൻ്റെ അമ്മ പറഞ്ഞ പോയിന്റുകളോട് പൃഥ്വിരാജിൻ്റെ അഭിപ്രായം എന്താണ്? ഇത്തരം ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നു. RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ വിടാതെ പിന്തുടരുകയാണ്. പൃഥ്വിരാജ് കേവലം മോദി വിരുദ്ധനോ സംഘവിരുദ്ധനോ മാത്രമല്ല, ഭീകര സംഘടനകളോട് പോലും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആളാണെന്നും ഈ സിനിമയിലെ വില്ലന്റെ പേര് മാത്രമല്ല, പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെയും മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെയും ഒക്കെ പേര് വാസ്തവത്തിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അതിനിശ്ചിതമായ വിമർശനമാണ് ഓർഗനൈസർ നടത്തിയിരിക്കുന്നത്. ഓർഗനൈസർ പറയുന്നു, ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യത്തിലും ലക്ഷദ്വീപിന്റെ കാര്യത്തിലുമൊക്കെ പൃഥ്വിരാജ് എടുത്തിരിക്കുന്ന നിലപാട് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിരുന്നുവെന്ന്. പൃഥ്വിരാജിന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണം, പൃഥ്വിരാജിന്റെ മുംബൈയിലെ വീട് വാങ്ങിയതിന്റെ സാമ്പത്തിക പശ്ചാത്തലം പരിശോധിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഒരു പരിധിക്കപ്പുറത്തേക്ക് പൃഥ്വിരാജ് ISISന്റെ ഏജന്റ് ആണെന്ന് പോലും പറയുന്ന സംഘപരിവാറുകാർ സോഷ്യൽ മീഡിയയിലുണ്ട്. ചില ചർച്ചകൾ ആ അർത്ഥത്തിലേക്കൊക്കെ പോകുന്നു. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. പൃഥ്വിരാജിന് ഭീകരബന്ധമുണ്ടെന്നും ഭീകര ഫണ്ടിംഗ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് അതിര് കിടന്ന ആശങ്കയും തമാശയുമായി മാത്രമേ കരുതാൻ കഴിയൂ. പൃഥ്വിരാജിന്റെ രാഷ്ട്രീയ ബോധം നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല എന്നതുകൊണ്ട് പൂർണ്ണമായും എതിർക്കപ്പെടേണ്ടതാണോ എന്നതും പ്രസക്തമായൊരു ചോദ്യമാണ്. പക്ഷെ സിനിമാ സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജ് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാവൂ. എന്തുകൊണ്ടാണ് ലൂസിഫറിന്റെ 2ാം ഭാഗം എന്ന നിലയിൽ ഇത്രയേറെ ഹൈപ്പ് സൃഷ്ടിച്ചിട്ട് ലൂസിഫറിന്റെ ഒരു ഗുണമേന്മയും ഇല്ലാത്ത വിധത്തിൽ ഒരു രാഷ്ട്രീയ സിനിമ ഇറക്കിയത് എന്ന ചോദ്യത്തിന് പൃഥ്വിരാജ് ഉത്തരം പറയണം. ഒരു രാഷ്ട്രീയ സിനിമയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അത്തരത്തിൽ പ്രൊമോഷൻ നടത്തിയില്ല? എന്തിനാണ് ജനങ്ങളെ കബളിപ്പിച്ചത്? ഇതിനാണ് പൃഥ്വിരാജ് ആദ്യം ഉത്തരം പറയേണ്ടത്. എന്നാൽ പൃഥ്വിരാജ് മറുപടി പറയേണ്ട വേറെയും ഭാഗങ്ങളുണ്ടെന്ന് ശ്രീജിത്ത് പണിക്കർ പറയുന്നു. ചാനൽ ചർച്ചകളിലെ സ്ഥിര സാന്നിധ്യവും BJP-കാരനല്ല എങ്കിൽ പോലും സംഘപരിവാർ സഹയാത്രികനായി തുടരുന്ന ശ്രീജിത്ത് പണിക്കർ ചില ചോദ്യങ്ങൾ നേരിട്ട് പൃഥ്വിരാജിനോട് ചോദിക്കുകയാണ്. എന്തേ പൃഥ്വിരാജിന് ഇപ്പോൾ മൗനം എന്നാണ് ശ്രീജിത്ത് പണിക്കരുടെ ചോദ്യത്തിന്റെ തലക്കെട്ട്. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ ആൾക്കാർക്ക് മനോവിഷമം ഉണ്ടാക്കിയെന്ന കാരണത്താൽ നടൻ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പ്രസ്തുത ഭാഗങ്ങൾ നീക്കം ചെയ്യണമെന്ന തീരുമാനവും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇനി ചോദ്യം പൃഥ്വിരാജിനോടാണ്. ഒന്ന്, എമ്പുരാൻ സിനിമയുടെ സംവിധായകൻ എന്ന നിലയിൽ മേൽപ്പറഞ്ഞ എഡിറ്റുകളെക്കുറിച്ചും അതിൻ്റെ സാഹചര്യത്തെക്കുറിച്ചും വിശദീകരിക്കേണ്ടത് താങ്കളുടെ ഉത്തരവാദിത്തമല്ലേ? നടന്റെ ഖേദപ്രകടനം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നതിൽ തീർന്നോ സംവിധായകന്റെ ഉത്തരവാദിത്തം? എന്തിനാണ് താങ്കൾ പടം വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടി വന്നതെന്ന് താങ്കൾ വിശദീകരിക്കൂ. ഇവിടെ എമ്പുരാൻ ടീം പറയുന്നത് ഇത് അവർ സ്വയം എഡിറ്റ് ചെയ്തു എന്നാണ്. അതായത് സെൻസർ ബോർഡ് നിർബന്ധിച്ചതുകൊണ്ട് സെൻസർ ചെയ്തു എന്നല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ചുള്ള ഒരു സംശയം പരിഹരിക്കേണ്ട ബാധ്യത പൃഥ്വിരാജിനുണ്ട്. താൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ, താൻ കണ്ട് ബോധ്യപ്പെട്ടൊരു സിനിമ റിലീസ് ചെയ്തപ്പോൾ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ അത് എഡിറ്റ് ചെയ്യുന്നത് വീണ്ടും? അതോ ആ ഭാഗം ശരിയല്ല, അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് തോന്നിയത് കൊണ്ടാണോ? ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്നാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത്. രണ്ടാമത്തെ ശ്രീജിത്ത് പണിക്കരുടെ ചോദ്യം ഇതിന്റെ തുടർച്ച തന്നെയാണ്. സംഘപരിവാർ സമ്മർദ്ദത്തിലോ ഭീഷണിയിലോ ആണോ മേൽപ്പറഞ്ഞ നടപടിയിലേക്ക് എമ്പുരാൻ ടീം പോയതെന്ന ചർച്ചയാണ് രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും ഉയർത്തുന്നത്. ഇതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കേണ്ടതും എന്തെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദമോ ഭീഷണിയോ ഉണ്ടായോ എന്നൊക്കെ പറയേണ്ടതും ആ സിനിമയുടെ സംവിധായകനായ താങ്കളാണ്. വളരെ പ്രസക്തമായ വിഷയമാണ്. ഈ ദിവസങ്ങളിൽ എല്ലാ രാഷ്ട്രീയക്കാരും, പ്രത്യേകിച്ച് UDF LDF നേതാക്കൾ പ്രസംഗിച്ചതും പറഞ്ഞതും എഴുതിയതുമൊക്കെ
ഇവിടെ സംഘപരിവാർ ഒരു സിനിമ പോലും എടുക്കാനുള്ള അവസരം നൽകുന്നില്ല എന്നാണ്. അവരുടെ രാഷ്ട്രീയത്തിനെതിരായി ഒരു സിനിമ വന്നപ്പോൾ അത് സംവിധായകനെ കൊണ്ട് നിർബന്ധിച്ച് എഡിറ്റ് ചെയ്യിപ്പിച്ചു എന്നാണ്. അത്തരമൊരു സാഹചര്യം ഉണ്ടായോ? സംഘപരിവാർ ഭീഷണി ഉണ്ടായോ? ഈട് റെയ്ഡ് നടത്തുമെന്ന് ഭയപ്പെട്ടോ? ആ ഭയത്തിലാണോ താൻ തന്നെ സംവിധാനം ചെയ്ത സിനിമയുടെ 17 ഭാഗങ്ങൾ മുറിച്ചു കളയാൻ തീരുമാനിച്ചത്? പൃഥ്വിരാജ് മൗനം വെടിഞ്ഞ് ഉത്തരം പറയണം. 3. സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് രാജ്യമെങ്ങും ഓടി നടക്കുകയും വാചാലനാകുകയും ചെയ്ത ഒരാൾ പെട്ടെന്ന് മൗനം അവലംബിക്കുന്നതിന്റെ കാരണം എന്താണ്? സിനിമയുടെ പ്രൊമോഷനെ കുറിച്ച് സംസാരിക്കും, എന്നാൽ അതിന്റെ പ്രമേയത്തെക്കുറിച്ചുണ്ടായ വിമർശനങ്ങൾ ഒരു വിവാദമായാലും അതേക്കുറിച്ച് സംസാരിക്കില്ല എന്നാണോ? അതും പ്രസക്തമായ ചോദ്യമാണ്. വലിയ തോതിലുള്ള പ്രൊമോഷനാണ് പൃഥ്വിരാജ് സിനിമയ്ക്ക് വേണ്ടി നടത്തിയത്. ഒരു സസ്പെൻസ് പോലും പുറത്തു പോവാതെ ഇതൊരു രാഷ്ട്രീയ സിനിമയാണ് എന്നുപോലും ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ലൂസിഫറിന്റെ 2ാം ഭാഗം എന്ന നിലയിൽ മോഹൻലാലിന്റെ വിപണന സാധ്യത മുഴുവൻ അതേപടി ഉപയോഗിക്കുകയാണ് പൃഥ്വിരാജ് ചെയ്തത്. മോഹൻലാലിന്റെ നിഴലായി ഒരു വെടിവയ്പ്പുകാരനായി കൂടെ കൂടിയ പൃഥ്വിരാജ് തന്റെ കഥ പറഞ്ഞുകൊണ്ട് ഈ സിനിമ പൂർത്തിയാക്കി. ഈ സിനിമയ്ക്ക് ഒരു വലിയ പ്രൊമോഷനാണ് പൃഥ്വിരാജ് നടത്തിയത്. താൻ ആഗ്രഹിച്ച തരത്തിലുള്ള പ്രൊമോഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നും പൃഥ്വിരാജ് ഇടയ്ക്ക് പറഞ്ഞിരുന്നു. ഈ സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, പൃഥ്വിരാജ് എടുക്കുന്ന എല്ലാ സിനിമയ്ക്കും സമാനതകളില്ലാത്ത പ്രൊമോഷൻ നടത്താൻ, അതും കാശ് ചെലവില്ലാതെ അത് നേടിയെടുക്കാൻ പൃഥ്വിരാജിന് കഴിയാറുണ്ട്. പലപ്പോഴും പത്രങ്ങളുടെ 1ാം പേജിൽ മുഴുനീള പരസ്യം കൊടുത്ത് കോടികൾ മുടക്കിയാണ് എല്ലാ സിനിമക്കാരും അവരുടെ സിനിമയ്ക്ക് പരസ്യം കൊടുക്കുന്നത്. എന്നാൽ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ 1 രൂപയുടെ മുടക്കില്ലാതെ പൃഥ്വിരാജിന് ഈ സിനിമ സൂപ്പർ ഹൈപ്പിലെത്തിക്കാൻ കഴിഞ്ഞു. ആ സിനിമയുടെ ഹൈപ്പിലൂടെയാണ് മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർ, പൃഥ്വിരാജിനെ ഇഷ്ടപ്പെടുന്നവർ, സിനിമയെ ഇഷ്ടപ്പെടുന്നവർ മലയാള സിനിമ ഇതാ മറ്റൊരു തരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന തരത്തിൽ അഡ്വാൻസ് ബുക്കിംഗ് നടത്തിയത്. ആ ശ്രമം വിജയിച്ചു എന്നതിന് തെളിവാണ് 2 ദിവസം കൊണ്ട് 100 കോടി എത്തി എന്ന മോഹൻലാലിന്റെ പോസ്റ്റ്, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് ഓവർസീസ് റിലീസിൽ 85 കോടി എത്തി എന്ന പ്രസ്താവന. അത്തരത്തിൽ വിജയിപ്പിക്കാൻ പ്രൊമോഷനുമായി ഓടി നടന്ന പൃഥ്വിരാജ് എന്തുകൊണ്ടാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായപ്പോൾ മൗനം പാലിക്കുന്നത്? ഇതായിരുന്നില്ല ആടുജീവിതത്തിന്റെ കാര്യം. ആടുജീവിതം ഇറങ്ങിയ ദിവസങ്ങളിലെല്ലാം പൃഥ്വിരാജും സംഘവും നിരന്തരം അഭിമുഖങ്ങൾ കൊടുത്ത് ഈ സിനിമയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? ഈ മൗനത്തിന്റെ അർത്ഥം പൃഥ്വിരാജ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വിവാദമുണ്ടായത്. സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ബോധപൂർവം കെട്ടിച്ചമച്ചതാണ് ഈ രാഷ്ട്രീയ വിവാദം എന്നൊക്കെയുള്ള ആരോപണം ശരിവെക്കുകയല്ലേ? 4ാമത്തെ ചോദ്യം, സിനിമയുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ കേൾക്കുന്ന ആരോപണം സിനിമയുടെ പൂർണ്ണരൂപം മോഹൻലാലിനെ കാണിച്ചിരുന്നില്ല എന്നും ഷൂട്ട് ചെയ്യുന്ന കലാപം ഗുജറാത്തിൽ നടന്നതാണെന്ന് പറഞ്ഞിരുന്നില്ല എന്നതുമാണ്. സിനിമയുടെ ഉള്ളടക്കം വിദ്വേഷം ജനിപ്പിക്കരുതെന്ന ബോധ്യം തനിക്ക് എല്ലാ കാലത്തും ഉണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് മേൽപ്പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്ന് തന്നെയാണ്. എന്താണ് താങ്കളുടെ വിശദീകരണം? സിനിമ പൂർണ്ണമായി മോഹൻലാലിനെ കാണിച്ചിരുന്നോ? അത് ഗുജറാത്ത് കലാപമാണെന്ന് അദ്ദേഹത്തെ ധരിപ്പിച്ചിരുന്നോ? ഈ ചോദ്യവും പ്രസക്തമാണ്. വിദ്വേഷമുണ്ടാക്കുന്ന, പകയുണ്ടാക്കുന്ന, മതങ്ങളെ, രാഷ്ട്രീയ പാർട്ടികളെ ഇകഴ്ത്തുന്ന ഒന്നിനും താൻ കൂട്ടുനിൽക്കില്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. എന്നാൽ ഈ സിനിമ സംഘപരിവാറിനെയും BJPയെയും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഇകഴ്ത്തുന്നത് തന്നെയാണ്. ഇതൊരു പൊളിറ്റിക്കൽ സിനിമയാണ്. മോഹൻലാലിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് മോഹൻലാൽ അറിഞ്ഞുകൊണ്ട് ഇതിനൊന്നും കൂട്ടുനിൽക്കില്ലെന്നാണ്. അപ്പോൾ പിന്നെ പൃഥ്വിരാജാണ് ഉത്തരം പറയേണ്ടത്. മോഹൻലാലിനെ ഈ സിനിമ മുഴുവൻ കാണിച്ചിരുന്നോ? മോഹൻലാൽ ഇതിലെ ഓരോ സീനും അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇതിൽ അഭിനയിച്ചത്? ഈ വിവാദത്തിന്റെ മറുപടി പറയേണ്ടതും അതിലെ ആശങ്കകൾ തീർക്കേണ്ടതും പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരനല്ല, നേരെമറിച്ച് പൃഥ്വിരാജ് തന്നെയാണ്. ശ്രീജിത്ത് പണിക്കർ പറയുന്ന 5ാമത്തെ കാര്യം, ഒരു സിനിമയുടെ ചിത്രീകരണത്തിന് അതുവരെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് സംവിധായകൻ കൊണ്ടു നടക്കുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ താങ്കൾ മോഹൻലാലിന് ഗുജറാത്തിൽ വെച്ച് സിനിമ കാണിച്ചു കൊടുത്തുന്ന പ്രചരണത്തിന് വിശ്വാസ്യത കുറവാണ്. ചിത്രീകരിച്ച എന്തൊക്കെ ഭാഗങ്ങളാണ് താങ്കൾ മോഹൻലാലിനെ കാണിച്ചു കൊടുത്തത് എന്ന് വിശദീകരിക്കാമോ? പൃഥ്വിരാജിന്റെ അമ്മ മല്ലികയാണ് പറഞ്ഞത് ഗുജറാത്തിൽ വെച്ച് മോഹൻലാലിനെ സിനിമ മുഴുവൻ കാണിച്ചു കൊടുത്തെന്ന്. അത് സത്യമാണോ? എല്ലാവരും പറയുന്നു പ്രിവ്യൂ ഉണ്ടായിരുന്നില്ലെന്ന്. അപ്പോൾ പൃഥ്വിരാജ് ഉത്തരം പറയണം. മോഹൻലാൽ ഈ സിനിമ മുഴുവനായി കണ്ടിട്ടുണ്ടോ? അതോ മോഹൻലാലിനെ ചില ഭാഗങ്ങൾ കാണിച്ചില്ലേ? ശ്രീജിത്ത് പണിക്കരുടെ 6ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. മോഹൻലാലിന് ഗുജറാത്ത് കലാപമടക്കമുള്ള കഥ പൂർണ്ണമായി അറിയാമായിരുന്നു എന്നും അദ്ദേഹം സിനിമ കണ്ടിരുന്നെന്നുമുള്ള താങ്കളുടെ മാതാവ് മല്ലിക സുകുമാരന്റെ വാദം സത്യമാണോ? ഈ വിവാദത്തെക്കുറിച്ച് ആധികാരികമായി പ്രതികരിക്കേണ്ടത് താങ്കളാണോ താങ്കളുടെ മാതാവാണോ? ഇതാണ് 6ാമത്തെയും അവസാനത്തെയും ചോദ്യം. ഈ ചോദ്യത്തിൽ ഒരു പിശകുണ്ട്. മല്ലിക സുകുമാരൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. സിനിമ ആരും തന്നെ കണ്ടിട്ടില്ല, കാരണം ഇതിന് പ്രിവ്യൂ ഉണ്ടായിരുന്നില്ല എന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്. സിനിമയുടെ എല്ലാ ഭാഗങ്ങളും, എല്ലാ സീനുകളും പ്രധാനപ്പെട്ട എല്ലാവരും, പ്രത്യേകിച്ച് മോഹൻലാൽ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അതിനാണ് മോഹൻലാൽ ഉത്തരം പറയേണ്ടത്.
ശ്രീജിത്ത് പണിക്കരുടെ കുറിപ്പ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസ് ഉൾപ്പെടെ തൻ്റെതായ അഭിപ്രായങ്ങളും നിലപാടുകളും സിനിമാ വിഷയങ്ങളിലും പൊതുവിഷയങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള താങ്കൾ സ്വന്തം സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ടാവുകയും സംവിധായകൻ എത്തിക്സിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുമ്പോൾ പ്രതികരണശേഷി ഇല്ലാതാകുന്നത് ധാർമ്മികമാണോ? ആവർത്തിക്കുന്നു, എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങൾക്കും കൃത്യമായ ആധികാരികമായ വിശദീകരണങ്ങളും മറുപടികളും നൽകേണ്ടത് താങ്കളാണ്. ഈ പോസ്റ്റിലെ ചിത്രത്തിലേതുപോലെ മുന്നിലേക്ക് വരേണ്ടത് താങ്കളാണ്. നായക നടന്റെ ഖേദപ്രകടനത്തിന് പിന്നിൽ അഭയം തേടുന്ന സംവിധായകൻ ഭീരുവാണ്. താങ്കൾ ധീരനല്ലേ? ഈ മൗനം ഇനി എത്ര നാൾ പ്രതികരിക്കൂ? ശ്രീജിത്ത് പണിക്കർ ചോദിക്കാത്ത ഒരു ചോദ്യം കൂടി ചോദിക്കേണ്ടതുണ്ട്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ നടിക്കൊപ്പം ഉറച്ചു നിന്ന നടനാണ് പൃഥ്വിരാജ്. അന്ന് പൃഥ്വിരാജ് ഒരു കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. താൻ അഭിനയിക്കുന്ന സിനിമയിൽ പോലും സ്ത്രീകൾ അധിക്ഷേപിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുമെന്ന്. എന്നാൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയിൽ ഗർഭിണി പോലും ബലാത്സംഗത്തിന് ഇരയാവുന്ന തരത്തിൽ ഷൂട്ട് ചെയ്തത് അധാർമികമല്ലേ? ഇക്കാര്യത്തിനെങ്കിലും പൃഥ്വിരാജ് വിശദീകരണം നൽകുമോ?